Hi friends, Exam Selective Study ചാനലിലേക്ക് സ്വാഗതം. NCERT Chemistry 30 marks mock test. ഇന്നത്തെ ടോപ്പിക് Aldehydes, Ketones and Carboxylic acids. ഈ മോക്ക് ടെസ്റ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ, KAS, SSC എക്സാംസ് തുടങ്ങിയ പരീക്ഷകൾക്ക് ഉപകാരപ്രദമായ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ NCERT Chemistryയുടെ 20 മാർക്സിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ് ഇട്ടിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്സും എടുത്ത് തീർക്കാമോ, എക്സാമിന് മുമ്പ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാമെന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം എക്സാമിന് മുമ്പ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആണ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ഈ ടോപ്പിക്കിലെ 30 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് വിവിധ മത്സര പരീക്ഷകളിൽ, കെമിസ്ട്രി മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നാണ്. ചോദ്യപേപ്പറുകളുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് ഇത് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്കറിയാം സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. സയൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളത്. നമ്മുടെ പാർട്ട് 1 മോക്ക് ടെസ്റ്റിലെ സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ല, നമ്മുടെ പാർട്ട് 2-ൽ സ്ട്രക്ചർ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം സ്ട്രക്ചർ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുമ്പോൾ വളരെയധികം സമയമെടുക്കും. അത്രയും സ്ട്രക്ചറൊക്കെ എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് വരുമ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് സമയം കളയാനില്ല, എക്സാം അടുത്തെത്തി. അപ്പോൾ ഈ ടോപ്പിക്കിലെ സ്ട്രക്ചർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. സ്ട്രക്ചർ അല്ലാതെ ധാരാളം ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിയ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. എക്സാം വേണം അതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളെ പരീക്ഷകൾക്കുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിക്കുക. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ ക്ലാസ് ചെയ്യുമ്പോൾ അധികം റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് കമൻറ്റ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു കാണുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ആഡ് ചെയ്യാൻ ഉള്ള പോസിറ്റീവ് ഇൻസ്പിറേഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ ഈ ആഴ്ച കൊണ്ട് തന്നെ മിക്കവാറും കെമിസ്ട്രി ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഉറപ്പ് പറയാൻ പറ്റില്ല. കെമിസ്ട്രി ടോപ്പിക്സ് ഈ ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഫിസിക്സ് തുടങ്ങി വെക്കാനും പറ്റും. അങ്ങനെ 1-2 ആഴ്ചകൾക്കുള്ളിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ കുറച്ച് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബോട്ടണി, സുവോളജി ക്ലാസ്സുകളാണ് ഒട്ടും ചെയ്യാത്തത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളിലോട്ട് പോകാം. അതുപോലെ ഈ ഒരു മോക്ക് ടെസ്റ്റിലെ എക്സ്പ്ലനേഷൻസ് കുറവായിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ വായിച്ച് പോകുന്ന രീതിയായിരിക്കും. കാരണം നമുക്കിനി കുറച്ച് സമയമുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ടോപ്പിക്സ് കവർ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ വായിച്ച് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം: ഓൺ ഹീറ്റിംഗ് ഗ്ലിസറോൾ വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4 എ കോമ്പൗണ്ട് ഈസ് ഒബ്റ്റെയിൻഡ് വിച്ച് ഹാസ് ബാഡ് ഓർഡർ. ദ കോമ്പൗണ്ട് ഈസ്. ഗ്ലിസറോൾ കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിന് ഒരു ബാഡ് സ്മെല്ലാണ്. ആ ഫോം ചെയ്ത കോമ്പൗണ്ടിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: അക്രോലിൻ, ഫോമിക് ആസിഡ്, അലൈൽ ആൽക്കഹോൾ, ഗ്ലിസറോൾ സൾഫേറ്റ്. ആൻസർ: അക്രോലിൻ. On heating glycerol with concentrated H2SO4, a compound is obtained which has bad odor. The compound is acrolein. രണ്ടാമത്തെ ചോദ്യം: The oxidation of toluene to benzaldehyde by chromyl chloride is called. Options: Etchart reaction, Raymer-Tiemann reaction, Woods reaction, Canizaros reaction. Answer: Etchart reaction. The oxidation of toluene to benzaldehyde by chromyl chloride is called Etchart reaction. അടുത്ത ചോദ്യം: Compound X on reaction with O3 followed by zinc OH2O gives formaldehyde and 2-methyl propanol as products. The compound X is. Options: 2-methyl but2-ene, pen2-ene, 3-methyl but1-ene, 2-methyl but1-ene. Answer: 3-methyl but1-ene. Compound X on reaction with O3 means ozone, followed by zinc or H2O gives formaldehyde and 2-methyl propanol as products. The compound X is 3-methyl but1-ene. അടുത്ത ചോദ്യം: If formaldehyde and KOH are heated, then we get. Options: methane, methyl alcohol, ethyl formate, acetylene. Answer: methyl alcohol. If formaldehyde and KOH are heated, then we get methyl alcohol. Formaldehyde and potassium hydroxide. അപ്പോൾ KOH potassium hydroxide ആണ്. Formaldehyde and potassium hydroxide are heated. We get methyl alcohol and formic acid. Methyl alcoholum formic acid ഉണ്ടും എക്സ്ട്രാ പോയിന്റ് ആണ്. Formaldehyde and potassium hydroxide are heated. We get methyl alcohol and formic acid. അടുത്ത ചോദ്യം: The reagent which can be used to distinguish acetophenone from benzophenone is OR. Options: 2,4-dinitrophenyl hydrazine, aqueous solution of NaHSO3, Benedict reagent, iodine and NaOH. Answer: iodine and NaOH.
NaOH, sodium hydroxide. The reagents which can be used to distinguish acetophenone from benzophenone is OR, iodine and NaOH, sodium hydroxide. Which of the following compounds will give positive test with tolerance reagent? Options: acetic acid, acetone, acetamide, acetaldehyde. Answer: acetaldehyde. Which of the following compounds will give positive test with tolerance reagent? Acetaldehyde. അടുത്ത ചോദ്യം, which of the following compound will undergo self-aldol condensation in the presence of cold dilute alkali? Options: CHH double bond C CHO, CH2 double bond CH CHO, C6H5 CHO, CH3 CH2 CHO. Answer: CH3 CH2 CHO. Which of the following compound will undergo self-aldol condensation in the presence of cold dilute alkali? Answer: CH3 CH2 CHO. CH3 CH2 CHO is known as propanal or propionaldehyde. Molecular formula പഠിച്ചു വെക്കുക. CH3 CH2 CHO propanal അല്ലെങ്കിൽ propionaldehyde. CHO എന്നതിൽ അവസാനിക്കുന്നതാണെങ്കിൽ അത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് അവസാനിക്കുന്നത് CHO എന്നാണ്. ഇനി OH ഗ്രൂപ്പിലാണ് അവസാനിക്കുന്നത്, അത് ആൽക്കഹോൾ ആണ്. ഡിഫറൻസ് മനസ്സിലാക്കുക. CHO ആൽഡിഹൈഡ്, OH ആൽക്കഹോൾ. അതുപോലെ COOH, COOH ആണെങ്കിൽ അത് ആസിഡ് ആണ്, ആസിഡ് ഗ്രൂപ്പാണ്, ആസിഡിക് ഗ്രൂപ്പാണ്. COOH, CHO ആൽഡിഹൈഡ്, OH ഗ്രൂപ്പ് ആണെങ്കിൽ ആൽക്കഹോൾ, COOH ആണെങ്കിൽ ആസിഡ്. ഇവിടുത്തെ കോമ്പൗണ്ട് എന്തായിരുന്നു? CH3 CH2 CHO ആണ് അവസാനം വരുന്നത്. അതുകൊണ്ടാണ് പ്രൊപ്പിയോണാൽഡിഹൈഡ്. അതുപോലെ പ്രൊപ്പനാൽ, ഇവിടെ പ്രൊപ്പനാൽ AL അവസാനിക്കുന്നതും ആൽഡിഹൈഡ് ആണ്. OL ആണെങ്കിൽ, ഇനിയിപ്പോൾ എത്തനോൾ, ഓൾ ആണെങ്കിൽ അത് എത്തനോൾ എന്ന് പറയുമ്പോൾ അത് ആൽക്കഹോളിൽ പോകും. ഇനി എത്തനാൽ ആണെങ്കിൽ അത് ആൽഡിഹൈഡ്. ഈ ഒരു ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, വെൻ അനിലിൻ റിയാക്ട്സ് വിത്ത് ഓയിൽ ഓഫ് ബിറ്റർ ആൽമണ്ട്സ് C6H5CHO, condensation takes place and benesyl derivative is formed. This is known as Schiff's base. നമ്മളിവിടെ ഒരു കോമ്പൗണ്ട് കണ്ടു, C6H5CHO. C6H5CHO, ഈ കോമ്പൗണ്ടിന്റെ പേര് നോക്കാം, ബെൻസാൽഡിഹൈഡ്. C6H5CHO, CHO എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഇവിടെ ബെൻസാൽഡിഹൈഡ് ആണ്. അടുത്ത ചോദ്യം, a carbonyl compound reacts with hydrogen cyanide to form cyanohydrin, which on hydrolysis forms a racemic mixture of alpha hydroxy acid. The carbonyl compound is options: formaldehyde, acetaldehyde, acetone, diethyl ketone. Answer: acetaldehyde. A carbonyl compound reacts with hydrogen cyanide to form cyanohydrin, which on hydrolysis forms a racemic mixture of alpha hydroxy acid. The carbonyl compound is answer: acetaldehyde. A carbonyl compound reacts with hydrogen cyanide to form cyanohydrin, which on hydrolysis forms a racemic mixture of alpha hydroxy acid. The carbonyl compound is acetaldehyde. അടുത്ത ചോദ്യം, reduction of aldehydes and ketones into hydrocarbons using zinc amalgam and concentrated hydrochloric acid is called. Options: Wolff-Kishner reduction, Dow reduction, Clemmensen reduction, none of the above. Answer: Clemmensen reduction. Reduction of aldehydes and ketones into hydrocarbons using zinc amalgam and concentrated hydrochloric acid is called Clemmensen reduction. കഴിഞ്ഞ ക്ലാസ് നോക്കി കെമിസ്ട്രി മോക്ക് ടെസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നവരാണെങ്കിൽ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം, എ സ്ട്രോങ് ബേസ് ക്യാൻ അബ്സ്ട്രാക്ട് ആൻ ആൽഫ ഹൈഡ്രജൻ ഫ്രം ഓപ്ഷൻസ്: കീറ്റോൺ, ആൽക്കെയിൻ, ആൽക്കീൻ, അമൈൻ. ആൻസർ: കീറ്റോൺ. എ സ്ട്രോങ് ബേസ് ക്യാൻ അബ്സ്ട്രാക്ട് ആൻ ആൽഫ ഹൈഡ്രജൻ ഫ്രം ketone. അടുത്ത ചോദ്യം, which of the following reactions will not result in the formation of carbon-carbon bonds? Options: Raymer-Tiemann reaction, Cannizzaro reaction, Woods reaction, Friedel-Crafts acylation. Answer: Cannizzaro reaction. Which of the following reactions will not result in the formation of carbon-carbon bonds? Cannizzaro reaction. ഈ ഒരു ടോപ്പിക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്ത ചോദ്യം, റിയാക്ഷൻ ഓഫ് എ കാർബണൈൽ കോമ്പൗണ്ട് വിത്ത് വൺ ഓഫ് ദ ഫോളോയിങ് റിയേജൻസ് involves nucleophilic addition followed by elimination of water. The reagent is options: hydrocyanic acid, sodium hydrogen sulfide, Grignard reagent, hydrazine in presence of feebly acidic solution. Answer: hydrazine in presence of feebly acidic solution. Reaction of a carbonyl compound with one of the following reagents involves nucleophilic addition followed by elimination of water. The reagent is hydrazine in presence of feebly acidic solution. അടുത്ത ചോദ്യം, Clemmensen reduction of a ketone is carried out in the presence of which of the following? Options: glycol with KOH, zinc
amalgam with hydrochloric acid, LiAlH4, H2 and platinum as catalyst. Answer, zinc amalgam with hydrochloric acid. Clemmensen reduction of a ketone is carried out in the presence of which of the following? Zinc amalgam with hydrochloric acid. Zinc Hg എന്ന് വെച്ചാൽ zinc amalgam. Zinc Hg എന്ന് വെച്ചാൽ zinc amalgam എന്നാണ് അർത്ഥം. Zinc amalgam with hydrochloric acid. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ വിവിധ മത്സര പരീക്ഷകൾ ചോദിച്ച ചോദ്യങ്ങളാണ്. An organic compound X having molecular formula C5H10. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എക്സ്, ആ കോമ്പൗണ്ടിൻ്റെ പേര് വന്നില്ല, കോമ്പൗണ്ടിൻ്റെ പേര് തൽക്കാലം എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല C5H10O. ഇറ്റ് ഈൽഡ്സ് ഫിനൈൽ ഹൈഡ്രസോൺ. അത് ഫിനൈൽ ഹൈഡ്രസോൺ ഈൽഡ് ചെയ്യും. ആൻഡ് ഗീവ്സ് നെഗറ്റീവ് റെസ്പോൺസ് ടു ദ ഐഡോഫോം ടെസ്റ്റ് ആൻഡ് ടോളറൻസ് ടെസ്റ്റ്. ഐഡോഫോം ടെസ്റ്റും ടോളറൻസ് ടെസ്റ്റും നെഗറ്റീവ് റെസ്പോൺസ് ആണ് തരുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് N പെൻറ്റേൻ ഓൺ റിഡക്ഷൻ. എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട് റിഡക്ഷൻ സംഭവിച്ചാൽ N പെൻറ്റേൻ പ്രൊഡ്യൂസ് ചെയ്യും. എക്സ് കുഡ് ബി, എക്സ് എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ട്, ആ ഓർഗാനിക് കോമ്പൗണ്ട് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പെൻറ്റനാൽ, പെൻറ്റാൻ 2,1, പെൻറ്റാൻ 3,1, N-amyl alcohol. Answer, pentan 3,1. An organic compound X having molecular formula C5H10O yields phenyl hydrazone and gives negative response to the iodoform test and tolerance test. It produces N-pentane on reduction. X could be pentan 3,1. അടുത്ത ചോദ്യം, reaction between benzaldehyde and acetophenone in presence of dilute NaOH, dilute sodium hydroxide, is known as. Option, Cannisaro's reaction, cross Cannisaro's reaction, cross aldol condensation, aldol condensation. Answer, cross aldol condensation. Reaction between benzaldehyde and acetophenone in presence of dilute sodium hydroxide is known as cross aldol condensation. അടുത്ത ചോദ്യം, which of the following reagents would distinguish cis-cyclopenta 1,2-diol from the trans isomer? Options, acetone, aluminum isopropoxide, MnO2, ozone. Answer, acetone. Which of the following reagents would distinguish cis-cyclopenta 1,2-diol from the trans isomer? Acetone. അടുത്ത ചോദ്യം, formalin is an aqueous solution of. Option, fluorosin, formic acid, formaldehyde, furfuraldehyde. Answer, formaldehyde. Formalin is an aqueous solution of formaldehyde. ഇത് നമ്മൾ കെമിസ്ട്രി മോക്ക് ടെസ്റ്റിൽ 20 മാർക്സ് സിലബസ് വൈസ് മോക്ക് ടെസ്റ്റിൽ ചോദിച്ച ചോദ്യമാണ്. ആ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചവർക്കാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത ചോദ്യം, an acyl halide is formed when PCl5 reacts with an. Options, acid, amide, alcohol, ester. Answer, acid. An acyl halide is formed when PCl5 reacts with an acid. PCl5 full form phosphorus pentachloride. അടുത്ത ചോദ്യം, carboxylic acids have higher boiling points than corresponding aldehydes, ketones and even alcohols of comparable molecular masses. It is due to their. Options, formation of carboxylate ion, formation of intramolecular hydrogen bonding, formation of intermolecular hydrogen bonding, none of the above. Answer, formation of intermolecular hydrogen bonding. Carboxylic acids have higher boiling points than corresponding aldehydes, ketones and even alcohols of comparable molecular masses. It is due to their formation of intermolecular hydrogen bonding. അപ്പോൾ ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഓപ്ഷൻസിൽ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അടുത്ത ചോദ്യം, A is a lighter phenol and B is an aromatic carboxylic acid. Separation of a mixture of A and B can be carried out easily by using a solution of. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. A എന്ന് പറയുന്ന കോമ്പൗണ്ട് ലൈറ്റർ ആയിട്ടൊരു ഫീനോൾ ആണ്. B എന്ന് പറയുന്നത് അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ആണ്. സെപ്പറേഷൻ ഓഫ് എ മിക്സർ ഓഫ് A and B can be carried out easily by using a solution of. അപ്പോൾ എയും ബിയും, അതായത് ഫീനോളും അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് മിക്സർ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്, എന്ത് സൊല്യൂഷൻ യൂസ് ചെയ്താണ് എയും ബിയും സെപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം സൾഫേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ്. ആൻസർ, സോഡിയം ബൈകാർബണേറ്റ്. A is a lighter phenol and B is an aromatic carboxylic acid. Separation of a mixture of A and B can be carried out easily by using a solution of sodium bicarbonate. അടുത്ത ചോദ്യം, which of the following compound gives benzoic acid on hydrolysis? Options, benzoyl chloride, chlorobenzene, chlorotoluene, chlorophenol. Answer, benzoyl chloride. Which of the following compound gives benzoic acid on hydrolysis? Benzoyl chloride.
അടുത്ത ചോദ്യം, in the following reaction CH3CHO plus HCN gives CH3CHOHCN. A chiral center is produced. This product is option dextrorotatory, racemic mixture, meso compound, levorotatory. Answer, racemic mixture. In the following reaction CH3CHO plus HCN gives CH3CHOHCN. A chiral center is produced. This product is a racemic mixture. CH3CHO ന് CHO ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് ആൽഡിഹൈഡ് ആണ്. അപ്പോൾ CH3CHO ഈസ് എത്തനാൽ, ഓൾസോ നോൺ ആസ് അസറ്റാൽഡിഹൈഡ്. HCN ഹൈഡ്രജൻ സയനൈഡ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1 പ്രോഡക്ട്സ് ഫോം, ലിസ്റ്റ് 2 റിയാക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ് വിത്ത്. ലിസ്റ്റ് 1 വായിക്കാം. പ്രോഡക്ട്സ് ഫോം 1 cyanohydrin, 2 acetal, 3 Schiff's base, 4 oxide. List 2 reaction of carbonyl compounds with A NH2OH, B RNH2, C alcohol, D HCN. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉത്തരം നോക്കാം. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1D, 2C, 3B, 4A. 1D cyanohydrin HCN, 2C acetal alcohol, 3B Schiff's base RNH2, 4A oxime NH2OH. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് കറക്റ്റ് ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 1 പ്രോഡക്ട്സ് ഫോം, ലിസ്റ്റ് 2 റിയാക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ് വിത്ത് cyanohydrin HCN. HCN ഫുൾ ഫോം ഹൈഡ്രജൻ സയനൈഡ്. അസറ്റാൽ ആൽക്കഹോൾ. ഇനി ആൽക്കഹോളില്ല, പകരം ഡയോൾ ആണ് ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ ഡയോളും ആൻസർ ആണ്. ഡയോൾ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ആണ്. ഓപ്ഷനിൽ ആൽക്കഹോളിന് പകരം ഡയോൾ വന്നാൽ ഡയോളും ആൻസർ ആണ്. ഡയോൾ. ഷിഫ്സ് ബേസ് RNH2 പ്രൈമറി അമൈൻസ്. ഓക്സൈം NH2OH ഹൈഡ്രോക്സിലമൈൻ. അടുത്ത ചോദ്യം, ദ കോമ്പൗണ്ട് വിച്ച് ഡസ് നോട്ട് റിയാക്ട് വിത്ത് സോഡിയം ഈസ്. ഓപ്ഷൻസ് CH3COOH, CH3OCH3, C2H5OH. None of the above. Answer, CH3OCH3. The compound which does not react with the sodium is CH3OCH3. CH3OCH3 എന്ന കോമ്പൗണ്ടിന്റെ പേര് ഈതർ എന്നാണ്. എൻ്റെ ക്വസ്റ്റൻ ശ്രദ്ധിക്കുക. ദ കോമ്പൗണ്ട് വിച്ച് ഡസ് നോട്ട് റിയാക്ട് വിത്ത് സോഡിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റനൊക്കെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. മറ്റു കോമ്പൗണ്ട്സിൻ്റെ പേര് നോക്കാം. CH3COOH ഓപ്ഷൻ തന്നിരുന്ന CH3COOHൻ്റെ പേര് നോക്കാം. അസറ്റിക് ആസിഡ്. C2H5OH എത്തനോൾ. ഇത് ഈഥൈൽ ആൽക്കഹോൾ ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിൽ റിയാക്ട് വിത്ത് NaHCO3 സൊല്യൂഷൻ, സോഡിയം ബൈകാർബണേറ്റ് സൊല്യൂഷൻ, ടു ഗിവ് സോഡിയം സോൾട്ട് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓപ്ഷൻസ് അസറ്റിക് ആസിഡ്, ഫീനോൾ, N-hexanol, both B and C. Answer, acetic acid. Which one of the following compounds will react with NaHCO3 solution, sodium bicarbonate solution, to give sodium salt and carbon dioxide? Acetic acid. അടുത്ത ചോദ്യം, reduction by LiAlH4 of hydrolyzed product of an ester gives. Options 2 alcohols, 2 aldehyde, 2 acids, 1 acid and 1 alcohol. Answer, 2 alcohols. Reduction by LiAlH4 of hydrolyzed product of an ester gives 2 alcohols. ഇവിടെ LiAlH4 കോമ്പൗണ്ട് ഫുൾ ഫോം നോക്കാം. ലിഥിയം, അലുമിനിയം, ടെട്രാഹൈഡ്രേറ്റ്. അടുത്ത ചോദ്യം, ഈഥൈൽ ബെൻസോയേറ്റ് can be prepared from benzoic acid by using. Options ethyl alcohol and dry HCl, ethyl fluoride, none of the above. Answer, ethyl alcohol and dry HCl. Ethyl benzoate can be prepared from benzoic acid by using ethyl alcohol and dry HCl. Ethyl benzoate can be prepared by heating benzoic acid with ethyl alcohol in presence of dry HCl, that means dry hydrochloric acid, or concentrated H2SO4, concentrated sulfuric acid. The reaction is called as esterification reaction. എന്താണ് esterification reaction നോക്കാം. Esterification is the chemical process that combines alcohol ROH group and an organic acid RCOOH to form an ester RCOOR and water. Esterification is the chemical process that combines alcohol and organic acid to form an ester. ആൽക്കഹോളും ആസിഡും കമ്പൈൻ ചെയ്ത് എസ്റ്റർ ഫോർമേഷൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈഥൈൽ ആൽക്കഹോൾ, ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഈഥൈൽ ആൽക്കഹോളും ബെൻസോയിക് ആസിഡും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഈഥൈൽ ബെൻസോയേറ്റ്. ഈ ഒരു ഇത് എസ്ട്രിഫിക്കേഷൻ പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യം, CH3CHO and C6H5CH2CHO can be distinguished chemically by. Options Benedict's test, iodoform test, Tollens reagent test, Fehling solution test. Answer, iodoform test.
CH3CHO and C6H5CH2CHO can be distinguished chemically by iodoform test. അടുത്ത ചോദ്യം, consider the reaction RCHO plus NH2NH2 gives RCH double bond N single bond NH2. What sort of reaction is it? Options: electrophilic addition elimination reaction, free radical addition elimination reaction, electrophilic substitution elimination reaction, nucleophilic addition elimination reaction. Answer: nucleophilic addition elimination reaction. Consider the reaction RCHO plus NH2NH2 gives RCH double bond N single bond NH2. What sort of reaction is it? Nucleophilic addition elimination reaction. NH2NH2 hydrazine molecules. ഇത്രയാണ് ചോദ്യങ്ങൾ. ചോദ്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 30 questions ആണ് നമ്മൾ നോക്കിയത്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു നോക്കിയത്. എല്ലാവരും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.